ബിഗ് ബോസിൽ വെച്ച് തന്നെ കായികമായി നേരിട്ട സഹമത്സരാർത്ഥി അസീറുക്കിയോട് ക്ഷമിക്കില്ലെന്ന് സിജോ. ഈ വിഷയത്തിൽ ഞാൻ കൂടുതൽ പ്രതികരിക്കാതിരുന്നത് പ്രശ്നങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നാൽ പുള്ളി അതിനെ ആഘോഷമാക്കുന്നത് കാണുമ്പോഴാണ് ഞാൻ പ്രതികരിച്ചു പോകുന്നതെന്നും സിജോ പറയുന്നു. ഒരു വശത്ത് പുള്ളി അതിനെ ആഘോഷമാക്കുമ്പോൾ മറുവശത്ത് ഞാനൊരു മണ്ടനായി പോകുന്ന അവസ്ഥ വരും. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നെ തന്നെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഞാൻ പുലർത്തേണ്ട മര്യാദയാണ്. ഇത് അദ്ദേഹം ആഘോഷമാക്കി മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് അറിയില്ല. അത് നമുക്ക് സ്വീകാര്യവുമല്ല. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട്. കേസ് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ പുള്ളി മിണ്ടാതിരുന്നാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അതിനെ ആഘോഷമാക്കി മാറ്റുന്നതാണ് പ്രശ്നം. പുള്ളിയുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചല്ലോ. ഞാൻ എന്തിനാണിനി പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് സിജോ ചോദിക്കുന്നു. ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അഭിമുഖത്തിനിടെ റോക്കി പറഞ്ഞ ചില കാര്യങ്ങൾ അവതാരക സിജോയോട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിഷയം അൻസിബയുമായി ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ ഭാഗം കേട്ടതിനു ശേഷം അൻസിബയും ഒന്നും പറഞ്ഞില്ല എന്ന റോക്കിയുടെ വാക്കുകളായിരുന്നു അവതാരക സൂചിപ്പിച്ചത്. അത് എൻ്റെ വിഷയം അല്ലല്ലോ എന്നായിരുന്നു ഇതിനോടുള്ള സിജോയുടെ പ്രതികരണം. വീട്ടിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അൻസിബയെ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഈ വിഷയത്തിൽ മറ്റുള്ള ആളുകൾ കൺസീവ്ഡ് ആയോ ഇല്ലയോ എന്ന് ഞാൻ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഞാൻ പ്രവോക്ക് ചെയ്തു എന്ന് പറയുന്നു. അത് ഒരു തരത്തിൽ പ്രവോക്കിംഗ് തന്നെയായിരിക്കാം. അത് ആ വീട്ടിൽ ചെയ്യേണ്ട കാര്യമാണ്. എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ താടിയിൽ കൈ വയ്ക്കുന്നില്ല. കുഞ്ഞുവാവേ എന്ന് വിളിച്ച് കൈ താടിക്ക് അടിയിലായി വയ്ക്കുകയാണ് ചെയ്തത്. തിരിച്ച് അദ്ദേഹം എൻ്റെ താടിയിൽ ഇങ്ങനെ വലിക്കുകയാണ്. അവൻ തൊടാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കൈവച്ചത്. തൊടാനുള്ള അവകാശം വീട്ടിലുണ്ട്. തൊടരുത് എന്നാണ് പറയുന്നതെങ്കിൽ തൊടാതിരിക്കാം. അവിടെ തൊടടാ എന്നാണ് പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൽ പ്രൊവോക്കിംഗ് ഉണ്ട്. ജാസ്മിനും ഗബ്രിയും പ്രൊവോക്ക് ചെയ്തപ്പോൾ ഇതേ വ്യക്തി തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ പോയി ഇടിച്ചല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ അറിയാം. പിന്നെ ബിഗ് ബോസിലേക്ക് ആളുകളെ എടുക്കുന്നത് സൈക്കോളജി ടെസ്റ്റുകൾ അടക്കം പൂർത്തിയാക്കിയതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് ബോധമുള്ള ആളുകളായിരിക്കും ബിഗ് ബോസിലേക്ക് വരിക എന്നാണ്. അവിടെ മത്സരിക്കാനെത്തുന്നത് ഏത് ആളുകളും പാലിക്കുന്ന ഒരു ബേസിക് മര്യാദയും അതിർവരമ്പുകളും ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് ഒരാൾ പോകില്ലെന്ന ഉറപ്പിലാണ് അവിടെ നിൽക്കുന്നത്. ഈ സീസണിൽ ശാരീരികമായി ഏറ്റവും ശക്തൻ ജിൻഡോയാണ്. നമ്മൾ എത്ര പ്രവോക്ക് ചെയ്താലും അദ്ദേഹം ശാരീരികമായി ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത്. ആ മര്യാദ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുവെന്നും സിജോ കൂട്ടിച്ചേർത്തു.